നമസ്കാരം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. അതിന്റെ തലേ ദിവസം മലപ്പുറത്തു നിന്നൊരു വാർത്ത കേൾക്കുന്നു. മലപ്പുറം ഭാഗത്ത് മലപ്പുറം ജില്ലയില് 31 വയസ്സുള്ള ഒരു യുവതി തന്റെ 5ാമത്തെ കുഞ്ഞിനെ വീട്ടിൽ പ്രസവിക്കുന്നതിനിടയിൽ മരണപ്പെടുന്നു. ഇത് കേരളത്തിൽ ഒരു തുടർക്കഥയാകുന്നു. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം തന്നെ പറഞ്ഞ പോലെയാണ് ആരോഗ്യകരമായ തുടക്കം, ഒരു പ്രതീക്ഷാപരമായിട്ടുള്ള ഒരു ഭാവി, ആ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു വാർത്ത ശരിക്കും സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഗാർഹിക പ്രസവങ്ങൾ വർദ്ധിച്ചു വരുന്നത്? പല കാരണങ്ങൾ കൊണ്ടിട്ടാണ്. അതായത് ഒരുപക്ഷെ ചില ആൾക്കാർക്ക് ചെലവുകൾ താങ്ങാൻ സാധിക്കുന്നില്ല, മറ്റു ചിലർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിട്ട് വീട്ടിൽ പ്രസവം നടക്കുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ ഉണ്ടാകുന്നു. ചില ആൾക്കാർക്ക് സിസേറിയനെ പറ്റിയുള്ള അനാവശ്യമായിട്ടുള്ള പേടി ഉണ്ടാകുന്നു. മറ്റു ചില ആൾക്കാർക്ക് അനാവശ്യമായിട്ടുള്ള തന്റെ ശരീരം ഒരു ആരോഗ്യ പ്രവർത്തകരുടെ മുൻപിൽ തുറന്നു കാണിക്കാനായിട്ടുള്ള ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഗാർഹികമായിട്ടുള്ള പ്രസവങ്ങൾ കൂടി വരുന്നു. കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ ഏതാണ്ട് 3000-നടുത്ത് കേസുകൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് കണക്കുകൾ പറയുന്നു. അപ്പോ ഇതൊരു നല്ല രീതിയാണോ? ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നത് കൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ? നിങ്ങൾക്കറിയാം, നമ്മുടെ ശരിക്കും ഒരു നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരു അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത് ആശുപത്രിയിൽ തന്നെ പ്രസവിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സങ്കീർണതകൾ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രത്യേകിച്ച് കുഞ്ഞിനെ സംബന്ധിച്ച്, ഒരു കുഞ്ഞ് ശരിക്കും നവജാത ശിശു പെട്ടെന്ന് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് ഓക്സിജൻ പോകില്ല, അവന്റെ തലച്ചോറിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപക്ഷെ അവന് അപസ്മാരങ്ങൾ ഉണ്ടാകാം. വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവന് അനാവശ്യമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്, മഞ്ഞ വരാം, അല്ലെങ്കിൽ അവന്റെ തലച്ചോറിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരുപക്ഷെ ജനിക്കുന്ന കുഞ്ഞ് ഒരു മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അവന് വേണ്ടത്ര രീതിയിലുള്ള തൂക്കമില്ലെങ്കിൽ, ഇതെല്ലാം ആ കുഞ്ഞിനെ കൊന്നുകളയാൻ, പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു നവജാത ശിശു ഏറ്റവും കൂടുതൽ മരണപ്പെടാനുള്ള സാധ്യത 128 ദിവസമാണ്. അതുപോലെ തന്നെ അമ്മയെ സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ രക്തസ്രാവം, ക്രമാതീതമായിട്ടുള്ള രക്തസ്രാവം, മറുപിള്ള പോകാതിരിക്കല്, ചില സമയത്ത് ഹൃദയസ്തംഭനം ഉണ്ടാകല്, ഇൻഫെക്ഷൻസ് ഉണ്ടാകല്. അപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടകരമാണ് ഈ വീട്ടിലുള്ള പ്രസവം. അതിന് യാതൊരു തർക്കവും ഇല്ല. പക്ഷെ കേരളം, നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരോഗ്യസ്ഥിതിയുള്ള 1ാം സ്ഥാനത്തായിരുന്ന സംസ്ഥാനം എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. മറ്റൊരു വാർത്ത, ഏതാണ്ട് ഒരു മാസം മുമ്പ് കോഴിക്കോട് നിന്ന് വന്നിരുന്നു. വീട്ടിൽ പ്രസവിച്ചു, കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ എത്തുന്ന രക്ഷിതാക്കളെ നമ്മൾ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നവജാത ശിശുവിന്റെ അവകാശമാണ് സ്വന്തമായിട്ടൊരു ആരോഗ്യം, അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള റൈറ്റ്, അതിനുള്ള അവകാശമുണ്ട്. ആരോഗ്യത്തിന്, വികാസത്തിന്, അനാവശ്യമായിട്ടുള്ള ഉപദ്രവം അല്ലെങ്കിൽ ചൂഷണം, ഇതിൽ നിന്നുള്ള സംരക്ഷണം, ഇതെല്ലാം ഒരു കുഞ്ഞിന്റെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും രക്ഷിതാക്കൾ എന്നുള്ള രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ചുമതലയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കുഞ്ഞിന് എന്ത് വസ്ത്രമിടണം, ഏത് പേരിടണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്ന് ഓർക്കുക, നല്ല ഒരു കുഞ്ഞ്, നമ്മളുടെ എല്ലാം ശോഭനമായിട്ടുള്ള ഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കയ്യിലാണ്, നാളത്തെ പൗരന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ വളർത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കില്ലേ. അപ്പൊ ദയവ് ചെയ്ത് കേരളമേ, ഈ ഗാർഹിക പ്രസവങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കൂ. നമുക്ക് പ്രസവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആശുപത്രികളിലുണ്ട്. അവിടെ വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നഴ്സുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു ആരോഗ്യ പ്രവർത്തകരുണ്ട്. അതേ സമയത്ത് ഏതെങ്കിലും ഒരു സങ്കീർണതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളുടെ കുട്ടിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ദയവ് ചെയ്ത് അതുകൊണ്ട് വീട്ടിൽ പ്രസവിക്കുന്ന ഈ രീതിയിൽ കേരളം പുറകോട്ട് പോകണം, പ്ലീസ്.